ഓഗി ഓഗി ഞങ്ങളുടെ ഓഗി ഇത് പോവേണ്. ഓഗിച്ചി 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 ഓയ് കുഞ്ഞെ പാവല്ലേ സ്നോബില്. ഇതിനാടാ ഈ നാളെ മുതൽ നീ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്നോബിൽ എങ്ങനെ കളിക്കും? ഞങ്ങളെ വിട്ട് പോകുമെന്ന് പറയാണ്ട് പാവം ഭയങ്കര കളിയാണ്. ഓഗിനെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് മനസ്സില്ല മനസ്സോടെ. കാരണം ഞങ്ങളുടെ ജീവനും കൊണ്ടാണ് അവൾ പോണത്. എല്ലാവരുടെയും മനസ്സും കവർന്നെടുത്ത് ഞങ്ങൾക്ക് അത്രയ്ക്കും ജീവനാണ് അവൾ. പക്ഷേ ഇമോഷണലി ചിന്തിച്ചാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷേ അവളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതാണ് അവൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് ഈ ഒരു പ്രായത്തിലാവുമ്പോഴാണ് അത് കുറച്ചും കൂടി നല്ലത്. കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ അവൾ ഞങ്ങളായിട്ട് അത്രയ്ക്കും അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പം തന്നെ അവൾക്ക് ഞങ്ങളെ കുറച്ച് സമയം കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനും പിണങ്ങിപ്പോയിരിക്കുക, വിഷമം ഒക്കെ കാണിക്കാറുണ്ട്. കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ തീരെയും പറ്റാണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വാടകയ്ക്കാണ്. അവിടെയുള്ള സാഹചര്യക്കുറവാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ നമുക്ക് ഈ ഒരു ബ്രീഡിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി അവർക്ക് കുറേ കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവരുടെ മെഡിസിൻസ്, അതുപോലെ അവരുടെ ഫുഡ് കാര്യങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു സാഹചര്യം അവിടെ ഉണ്ട്. അവളവിടെ സേഫാണ്. അപ്പോൾ അവൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് അവിടെ കിട്ടുമല്ലോ. ഇതൊക്കെയാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോയി. വൈകാരികമായിട്ടുള്ള അടുപ്പത്തേക്കാളേറെ അവളുടെ ഹെൽത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനേക്കാൾ ഉപരിയായിട്ട് വേദനിക്കും. അപ്പോൾ ഇതാണ് നല്ലതെന്ന് തോന്നി. പിന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഞങ്ങൾക്ക് അവളെ പോയി കാണാം. ഇനി അതല്ല തിരിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം വന്നാൽ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്ത ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അവളെ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുമായിരുന്നു. സോനേനെയും ദിയനെയും കൺവിൻസ് ചെയ്യിക്കാനായിട്ടായിരുന്നു ഏറ്റവും പാട്. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ ജീവൻ പറിച്ചു കൊടുക്കുന്ന പോലത്തെ വേദനയാണെന്ന് അറിയാം. എന്നാലും ഇതല്ലാണ്ട് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല.
ഓഗി 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 എന്നാണ് കേട്ടോ. ഓഗി ആണല്ലേ. ഓഗി ഓഗി ഇവിടെ കുറച്ച് സൗകര്യക്കുറവുണ്ട്. ഹസ്ബൻഡിൻ്റെ അവിടെ നോക്കാനായിട്ടുള്ളത്. ആ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഇവർക്കെന്ന് പറഞ്ഞാൽ ശരിക്കായിട്ടുള്ളൊരു കെയറും സംരക്ഷണം കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഇനി കൊടുക്കാൻ പറ്റാണ്ട് വന്ന് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം നേരിടുന്നേക്കാളും നല്ലത് അതിന് സാഹചര്യം വരുന്ന സമയത്ത് തന്നെ അവളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കണതും അല്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ നല്ലൊരു സാഹചര്യമുള്ള ഒരു സ്ഥലത്തേക്ക് അവളെ മാറ്റേണ്ടതെന്ന് തോന്നിയോണ്ടാണ്. അപ്പോൾ ഇവളെ കൊണ്ടുപോയിക്കുന്നത് വേറെ ഇങ്ങോട്ടല്ല. അതാണ് ഏറ്റവും വലിയൊരു സമാധാനം. കാരണം ഓഗിയുടെ തന്നെ അമ്മയുടെ അപ്പൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയിക്കണേ. അവരുള്ള വീട്ടിലോട്ടാണ് തന്നെയാണ്, അതായത് എവിടെ നിന്നാണോ ഞങ്ങൾ വാങ്ങി ഞങ്ങൾക്ക് തന്നത് ആ വീട്ടിലോട്ട് തന്നെയാണ് അവളെ കൊണ്ടുപോയിക്കണേ. ഇനി ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അവളെ വേണമെങ്കിൽ പോയി കൊണ്ടുവരാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ അവൾ സുരക്ഷിതയാണ്. അവൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, സംരക്ഷണം ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, എല്ലാം അവൾക്ക് നല്ല ക്ലിയറായിട്ട് കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നുള്ളൊരു പൂർണ്ണമായ ഉറപ്പും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ കൊടുത്തത്. അല്ലെങ്കിൽ എന്ത് വിധേന ഞങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് അവരുടെ ബാത്റൂം കാര്യങ്ങൾ അതൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്കിവിടെ. നമുക്കൊരു വീടും ഇതൊക്കെ നമുക്ക് പുറത്ത് ഇവരെ ഇത് ഡിസ്പോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കത്തിനും അതിനുള്ളൊരു സൗകര്യവും കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അതിനനുസരിച്ചുള്ള ഫിനാൻഷ്യലി നല്ല ഒരു സെറ്റപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊക്കെ ഉള്ള സാഹചര്യക്കുറവ് കൊണ്ടൊക്കെയാണ് അവളെ കൊടുക്കേണ്ടി വന്നത്. സത്യം പറഞ്ഞാൽ പിള്ളേർ ഭയങ്കര കരച്ചിലാണ്. സോന ഇല്ലാഞ്ഞത് ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ദിയ പിന്നെയും കൺട്രോൾഡാണ്. എന്നാലും അവൾ ഇപ്പോൾ ദിയ അപ്പുറത്ത് കിടന്ന് ഭയങ്കര കരച്ചിലാണ്. പോകുന്നവരൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നു. കൊടുത്തപ്പോൾ ഭയങ്കര സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. കാരണം പെറ്റ്സ് ഉള്ള വീട്ടുകാർക്കും ഇതേപോലെ സ്വന്തം കുഞ്ഞുമക്കളെ പോലെ വളർത്തുന്നവർക്കും മനസ്സിലാവും. ചിലപ്പോൾ ഇതിനോടൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു കോമാളിത്തരമായിട്ടോ അല്ലെങ്കിൽ എന്ത് ഭ്രാന്താണ് ഇത് ഒരു പട്ടിക്കുഞ്ഞിനെ കൊടുത്തിട്ട് ഇത്ര കരയാൻ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇവരെ വളർത്തുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഒരു പൊന്നോമനെ പോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് അത് താങ്ങാൻ പറ്റുന്നതിൻ്റെ അകത്തേക്കാണ്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഒച്ചയില്ല, അനക്കുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കായി. കാരണം ഓഗി വന്നപ്പിനാണ് ഒരു ഒച്ച അനക്കും ബഹളമായത്. സ്നോബലിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി കേൾക്കില്ല. അപ്പോൾ അവൾക്ക് ഒച്ചയില്ല, എനിക്ക് നമ്മൾ വിളിച്ചാൽ കേൾക്കില്ല. അവൾ അവളുടേതായിട്ടൊരു ലോകത്താണ്. അവൾ ഭയങ്കര സൈലൻ്റാണ്. നമുക്കൊരു ശല്യത്തിന് ഒന്നുമില്ല. അവളിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഓഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എത്ര ഉറക്കത്തിലാണെങ്കിലും ചെറിയൊരു കാൽപെരുമാറ്റം വെറുതെ ഞാൻ അനങ്ങിയാൽ മതി അവളറിയും. നമ്മുടെ അടുത്തുനിന്ന് പോകില്ല. ഫുൾ ടൈം നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ വന്ന് കിടക്കും. എത്ര ഉറക്കത്തിലാണെങ്കിലും ഏത് പാതിരാത്രിക്കും നമ്മുടെ അടുത്തുനിന്ന് മറാണ്ട് പിന്നാലെ നടക്കും. ഇനിയിപ്പോൾ അതൊന്നുമില്ല. അവന് വിഷമം അവളുടെ സാധനങ്ങൾ കാണിച്ചു. അതുകൊണ്ടോ അവളുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അവളുടെ കുറേ ഉടുപ്പുകൾ, ഇത് അവളുടെ കളിപ്പാട്ടങ്ങൾ, എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അവൾക്ക് വേണ്ടി തന്നെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. നമുക്കറിയില്ല ഇനി അവൾ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ലെന്നൊന്നും. എന്തായാലും അവളെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോയി കാണണമെന്നൊക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് പിന്നീടും ഞങ്ങളെ കണ്ട് ഞങ്ങൾ മാറുമ്പോൾ ഇപ്പോൾ അവൾക്ക് അറിയില്ല. ഇപ്പോൾ അവർ വന്ന് കൊണ്ടുപോയപ്പോൾ അവൾക്ക് അറിയണില്ല അവൾ എവിടേക്കാണ് പോകണേ എന്താണെന്നൊന്നും അവൾക്കറിയില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ബ്രീഡ് എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ബ്രീഡാണ്. അങ്ങനെ ഒരു ഒറ്റ ഓണറിൽ തന്നെ വിശ്വസിച്ച് ആ ഓണർ തന്നെ മാത്രം സ്നേഹിച്ച് നിൽക്കണ ഒരു ബ്രീഡല്ല ഇത്. അതുകൊണ്ട് തന്നെ ഉള്ളിലൊരു ഇതുണ്ട്. പിന്നെ അവൾ പോണത് അവളുടെ സ്വന്തം വീട്ടിലോട്ട് തന്നെയാണ് പോയേക്കണേ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങളെടുക്കും ഈ വിഷമം മാറാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഓഗി ഇനി ഞങ്ങളുടെ അടുത്തില്ല. ഏറ്റവും സങ്കടം ഇപ്പോൾ സ്നോബലിൻ്റെ കാര്യമാണ് കേട്ടോ. പാവം അവൾ പോയിപ്പോൾ എല്ലാ സ്ഥലവും തിരഞ്ഞെടുക്കും അവൾ എവിടെയാണ് നോക്കിയിട്ട്. പിന്നെ കാണാണ്ടായപ്പോൾ അവരൊന്നും കളിക്കുന്ന സ്ഥലത്ത്
ഈ കിടപ്പാണ്. ഇനി ഇത് എത്ര ദിവസം അവളിങ്ങനെ കിടക്കുമെന്ന് അറിയില്ല. പാവം. Ogino! 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 Ogino!